ഓണത്തിമിർപ്പിലാണ്. അപ്പോൾ ഓണപ്പൂക്കളവും ഓണവിശേഷങ്ങളും മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഓണമാകുമ്പോൾ ഒരു ഓണപ്പാട്ട് നിർബന്ധമാണ്. മിനിമം ഒരു ഓണപ്പാട്ടുകാരനെങ്കിലും വേണം. പോട്ടെ, പാട്ടുകാരനെങ്കിലും വേണം. അപ്പോൾ നമ്മൾ മീഡിയ വണ്ണൊപ്പം ഇത്തവണ ഓണത്തിന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല. അത് മ്യൂസിഷ്യൻ ജോബ് കുര്യനാണ്. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. ജോബിൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു മൊമെന്റ് ഏതാന്ന് ചോദിച്ചാൽ എന്താ പറയാ? മൊമെന്റ് ഒത്തിരി ഉണ്ട്. ബേസിക്കലി പെർഫോം ചെയ്യുക, സ്റ്റേജിൽ വരുന്ന ആ ഒരു സന്തോഷം വിത്ത് ഓഡിയൻസ്, എന്താ പറയണ്ടത്, നമ്മൾ ആ ഒരു ഇൻട്രാക്ഷനും, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്റ്റസി മൊമെന്റ് എന്ന് പറയാം. ഞാനത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം പ്രത്യേകിച്ച് ചോദിച്ചത്. കാര്യം എന്താണെന്നറിയോ, ഓഫ് സ്റ്റേജ് ആണെങ്കിലും ഇപ്പോൾ ഇതാ വന്നിരിക്കുന്നതിൻ്റെ നമ്മൾ ഈ സംസാരം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപ് വളരെ കൂൾ ആൻഡ് കാമാണ് ആള്. പക്ഷെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു എന്താ വേഷപ്പകർച്ച എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു കയറിയ മാതിരിയാണ്, ഒരു ബാധ കയറിയ മാതിരിയാണ്. എങ്ങനെയാ അതിലേക്കുള്ള ഒരു ചേഞ്ച്? എങ്ങനെ പർപ്പസ്ഫുള്ളി ആണോ അത്? അല്ല, അത് എന്താ പറയണ്ടേ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുന്നു, നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മൾ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യല്ലേ, നമ്മുടെ ഏറ്റവും പാഷനേറ്റായിട്ട് അത് ചെയ്യുമ്പോഴേക്കും ഒരു കണക്ഷനുണ്ട് അവരുമായിട്ടും, നമ്മുടെ കൂടെ നിൽക്കുന്ന സഹോദരന്മാരുമായിട്ടും. അബവ് ഓൾ ദർ ഇസ് എ കണക്ഷൻ ഫ്രം അബവ്, ഒരു ഗ്രേസ് എന്നൊക്കെ പറയത്തില്ല നമ്മളൊരു, അതൊരു മാജിക് മൊമെൻ്റാണ് കോൺസേർട്ട്. എപ്പോഴും ചില ദിവസം നമുക്കത് കിട്ടില്ല, അതൊരു എന്താ പറയുക, ആ ദിവസം നമ്മൾ തന്നെ ഡൗൺ ആയി പോവുകയൊക്കെ ചെയ്യും. അത് ഞാനതങ്ങ് ഗ്രേസ്ഫുള്ളി അക്സെപ്റ്റ് ചെയ്യാറുമുണ്ട്. എല്ലാ ദിവസവും ഒരേപോലെ ഇരിക്കില്ല. അപ്പോൾ അത് ആ ദിവസത്തിനാണ് എൻ്റെ, ചില സ്റ്റേജിൽ അത് ഭയങ്കരമായിട്ട് സംഭവിക്കും. ഓഡിയൻസും ടെക്നിക്കൽ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം നമുക്ക് ചേരുന്ന രീതിയിൽ ഒത്തുവരും, അനുകൂലമായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഐ കോൾ ഇറ്റ് എ ട്രയാങ്കിൾ. ഒരു സൈഡിൽ ഓഡിയൻസ് ഉണ്ടാവും, ഒരു സൈഡിൽ ആർട്ടിസ്റ്റ് ഉണ്ടാവും, മുകളിൽ ഒരു ശക്തി ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അല്ലാതെ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്ത് പോയാലും ചിലപ്പോൾ ലാസ്റ്റ് എന്തെങ്കിലും പാളിപ്പോറുണ്ട്. ചില സമയത്തൊക്കെ നിലയിൽ അവിടെ ചില മോണിറ്ററിങ് ഇഷ്യൂസ് വരും, അല്ലെങ്കിൽ RFൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒത്തുവരിക. ചില ദിവസം ഭയങ്കര മഴ പെയ്തു പോകും, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഒത്തുവരുന്ന കോൺസേർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ മൊമെൻ്റാണ്. ഐ ലീവ് ഫോർ ദാറ്റ്. ആൻഡ് അത് സംഭവിക്കുമ്പോൾ ഈ പറഞ്ഞ കണക്കൊരു ബാധയൊക്കെ അങ്ങ് കയറും. അതല്ലാത്ത സമയത്ത് ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് തുറന്ന മനസ്സോടുകൂടി സമ്മതിക്കാറുണ്ട്, ഇന്ന് അത്ര ഒരു ഉഷാറില്ല. പക്ഷേ വൺസ് ഓഡിയൻസ് ബിക്കം ലൈക്ക് ഫാമിലി, ഇറ്റ്സ് സംതിങ് എൽസ് അല്ലേ. അവർ നമ്മുടെ കൂടെ, അത് കുഴപ്പമില്ല കേട്ടോ, ഞങ്ങൾ പാടിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സ്റ്റേജുകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഗിവ് ആൻഡ് ടേക്കാണ് കോൺസേർട്സിൻ്റെ ബ്യൂട്ടി. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഹരവും. അത് കുറച്ചും കൂടി സ്ട്രെസ്ഫുള്ളും അല്ലേ? നമ്മൾ ലൈവായിട്ട് പെർഫോം ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ എടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് അത് ഭയങ്കരമല്ലേ? ഇല്ല, ലൈവായിട്ട് പെർഫോം ആ റിസ്ക് എന്നല്ലല്ലോ, അത് നമ്മളുടെ ആർട്ട് അവരിലേക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ റിസ്ക് ആയിട്ട് അല്ല കാണുന്നതിന്. ഞാൻ ഉദ്ദേശിച്ചത്, കാരണം എല്ലാ സാഹചര്യം ഒത്തുവരണം. നമ്മൾ വിചാരിച്ച ഓഡിയൻസ് ആവില്ല നമ്മുടെ ഫ്രണ്ടിലുള്ളത്. അവർ ആഗ്രഹിച്ച പാട്ടുകൾ പാടിക്കൊടുക്കാൻ അവർ എപ്പോഴും ഡിമാൻഡ് ചെയ്യും. നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകുന്ന പാട്ടുകളായിരിക്കില്ല ഓഫ് കോഴ്സ് അവർ ആവശ്യപ്പെടുക, അവരുടെ ഡിമാൻഡ് ഉണ്ടാകും. അപ്പോൾ അവരെ കൺട്രോൾഡ് ആക്കുകയും വേണം. നമ്മുടെ ഒരു കോൺസേർട്ട് ആകുമ്പം അവർക്ക് എനിക്ക് എന്താണ് പറ്റുകയെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. എൻ്റെ പാട്ടുകൾ അറിയാം, ഞാൻ കമ്പോസ് ചെയ്ത പാട്ടുകൾ അറിയാം. അപ്പോൾ അങ്ങനെ വരുന്നൊരു ഓഡിയൻസ് ആകുമ്പം അവർക്ക് കൃത്യമായിട്ട് അറിയാം നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്. അവരതായിരിക്കും വെയിറ്റ് ചെയ്യുക. ചില ഓഡിയൻസ് അവർക്ക് എന്നെ തന്നെ ഞാൻ പരിചയപ്പെടുത്താറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ കുറച്ച് സമയം, അപ്പോൾ മിക്ക ഓഡിയൻസ് അത് മനസ്സിലാക്കാറുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. പിന്നെ ചിലർ പറയും, ചേട്ടാ ആ പാട്ടൊന്നും പാടുമോ, ഇത് അപ്പം നമുക്കറിയുന്നതാണെങ്കിൽ 4 വരി മൂളുന്നതുകൊണ്ട് കുഴപ്പമില്ല, പറ്റുന്നതാണെങ്കിലും. അല്ലെങ്കിൽ ഞാൻ പറയും, ദേവി നമുക്ക് അടുത്ത കോൺസേർട്ടിന് പഠിച്ചിട്ട് വരാമെന്നോ, അല്ലെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ചലഞ്ചസ് ഉറപ്പായിട്ടും ഒരു പെർഫോമറിൻ്റെ ജീവിതത്തിലുണ്ട്. നമ്മളങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്നറിയോ, ഒരു മുണ്ടെടുത്ത് ഷർട്ട് ഇട്ടിട്ട് അതിൻ്റെതായ റിസ്ക് ഉണ്ട്, ആളുകളുടെ നടുവിൽ വന്ന് പാടാൻ എവിടുന്ന് കിട്ടി ധൈര്യം? അല്ല, മുണ്ടിനൊക്കെ പ്രത്യേക ടെക്നിക്കുണ്ട്, വെൽക്രോ ടെക്നിക്. കാരണം നമ്മള് ഒരു പെർഫോമർ എന്ന് പറയുമ്പം ആളുടെ ഒരു അറ്റയറിലൊക്കെ നമ്മളൊരു, ഓഫ് കോഴ്സ് അത് വലിയ ഇമ്പോർട്ടൻസ് ആണ്. ഞാൻ ചിന്തിച്ചത് എൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു ഫ്ലേവർ വെച്ചിട്ട് ഉറപ്പായിട്ട് കുറേ റൂട്ടഡ് ആയിട്ടുള്ള എലിമെൻറ്റ്സ്
കോമ്പോസിഷൻസിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്ക് ഫോക്ക് ഇൻഫ്ലുവൻസ്ഡ് ആണ്, പിന്നെ കർണാട്ടിക് ഒക്കെ പഠിച്ച കുറച്ച്, അപ്പം നമ്മുടെ ദേശീയ ഇൻഫ്ലുവൻസ് ഒത്തിരി ഉണ്ട്. പ്ലസ് ഞാൻ ഒത്തിരി ഇൻ്റർനാഷണൽ മ്യൂസിക് കേൾക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ബാൻഡിൻ്റെ സൗണ്ട് ആ പാട്ടുകൾക്ക് ഇങ്ങനെ ഒരു പൊതി വേണം, അല്ലെങ്കിൽ ഇതായിരിക്കണം അതിൻ്റെ അക്കോമ്പനിമെൻ്റ് എന്നൊക്കെയുള്ള കാഴ്ചപ്പാടും ഉണ്ട്. അപ്പോൾ ഒരു ഫ്യൂഷൻ എലിമെൻ്റ് മ്യൂസിക്കിലുണ്ട് എന്തൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഞാൻ നാടനായിരിക്കട്ടെ, ബാക്കി എല്ലാവരും മോഡേണും. അപ്പോൾ ഒരു ഫ്യൂഷൻ്റെ ഒരു എലിമെൻറ്റ് ഈവൻ നമ്മുടെ കോസ്റ്റ്യൂമിൽ കയറുന്നൊരു ഓഡിയൻസിനും അത് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം ഞാൻ പ്രത്യേകിച്ച് പദയാത്ര പാടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഭാവം പാടുമ്പോഴോ ഒക്കെ അല്ല, അതിനൊക്കെ ഒരു ഭയങ്കര ഒരു അർത്ഥി നാടിൻ്റെതായൊരു ചുവയുള്ള പാട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അങ്ങനെ തന്നെ ചെയ്തതാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു വേഷം ആപ്റ്റായിട്ട്, എനിക്ക് ബേസിക്കലി മുണ്ട് ഉടുക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങ് സ്റ്റേജിൽ ഉടുത്തു തുടങ്ങി. ഒരു കുറച്ച് ഷോ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മാറാൻ പറ്റാത്ത അവസ്ഥയിലായി. കഴിഞ്ഞ ഓഡിയൻസ് പറഞ്ഞു നിങ്ങൾ മുണ്ട് ഉടുത്തോണ്ട് ഇഷ്ടം. സഹോദരന്മാരൊക്കെ പറയുമായിരുന്നു, ചേട്ടാ ഞങ്ങൾ മുണ്ടെല്ലാം ഉടുത്തിട്ട് വന്നിരിക്കുന്നത്, നിങ്ങൾ അപ്പോഴേക്ക് ജീൻസ് ആക്കി എങ്ങനെയാണ് ശരിയാവുക, അതൊക്കെ പറയുക. അപ്പോൾ ആ ഓഡിയൻസിൻ്റെ ഒരു ചോയ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പ്ലേസ്ഡ് ആയിട്ടുണ്ട് ജോബ് കുര്യൻ. കാരണം സ്ട്രേറ്റ് ടു ഹാർട്ട് എന്നൊക്കെ പറയല്ലേ, പാടുക എന്ന് പറയുമ്പം അത് കേൾക്കുന്നത് ചെവി കൊണ്ടാണെങ്കിലും നമ്മൾ ഹൃദയത്തിലേക്ക് എടുക്കുന്ന പാട്ടുകളുണ്ട്. ഞാൻ ജോബിൻ്റെ പാട്ടുകളെ കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു മൂഡ് ഷിഫ്റ്റിങ്ങിന് വേണ്ടി, ഒരു മൂഡ് ചേഞ്ചിന് വേണ്ടിയിട്ട് ബെസ്റ്റ് ഏതാന്ന് ചോദിച്ചാൽ ജോബ് കുര്യൻ്റെ സോങ്സ്. അതിൽ ഈ ഫ്യൂഷൻ എന്നതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടെ മെലഡിയോസ് ആണ് പാട്ടുകൾ, സ്ട്രേറ്റ് ടു ഹാർട്ടാണ്. അത് എങ്ങനെയാ പറ്റുന്നത്, എങ്ങനെയാ അത്? അങ്ങനെയൊന്നുമില്ല, സ്ട്രെയിറ്റ് ടു ഹാർട്ടായിട്ട് നമ്മൾ മ്യൂസിക്കിനെ അപ്രോച്ച് ചെയ്യുമ്പം വരുന്ന മ്യൂസിക്കും സ്ട്രെയിറ്റ് ടു ഹാർട്ടാവും എന്നാണ് എൻ്റെ കോൺസെപ്റ്റ്. ഞാൻ അതിലൊരു ഇതുവരെ അറിഞ്ഞുകൊണ്ട് ഒരു പറ്റിപ്പ് കലർപ്പ് എൻ്റെ മ്യൂസിക്കിൽ ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യാൻ പറ്റുമെങ്കിലേ അതിലേക്ക് ഇറങ്ങുള്ളൂ. ഇപ്പോൾ ഒരു പാട്ട് അത്രയും മനസ്സിൽ തട്ടാതെ അത് പാടാനും പാടാണ്, അത് കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ അത് എൻ്റെ കണ്ണുകളെ നിറയ്ക്കണം എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സിൻസിയറായിട്ട് ഒരു അപ്രോച്ച്, നമ്മുടെ മ്യൂസിക്കിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമുക്ക് പറയാൻ അധികാരമില്ല, അത് ഓഡിയൻസ് തീരുമാനിക്കേണ്ടതെന്ന് പറയും. പക്ഷേ നമുക്കറിയാമല്ലോ, നമ്മുടെ എഫേർട്ടിനെ കുറിച്ച് അറിയാമല്ലോ, നമ്മളുടെ അറ്റംപ്റ്റ് ഈസ് 100%. അപ്പോൾ അതുകൊണ്ട് അതിനെനിക്ക് ഉറപ്പുണ്ട് എഫേർട്ടിൽ. അത് ചിലപ്പോൾ അത് സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ടായിട്ട് അത് വരുന്നതുകൊണ്ട് റിസൾട്ടും ചിലപ്പോൾ അങ്ങനെ വന്നേക്കാം. എല്ലാ പാട്ടും അങ്ങനെ ആവണമെന്നുമില്ല കേട്ടോ. അപ്പോൾ പക്ഷേ ഓഡിയൻസ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാനത് മാനിക്കുന്നു, അത് ഏറ്റവും സന്തോഷം. ഈ എഫേർട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഓരോ പാട്ടും പ്രൊഡക്ഷൻ, നമ്മളൊരു സ്വന്തമായിട്ടൊരു പാട്ട് ചെയ്തിറക്കുന്ന സമയത്ത് ഒന്നൊരു പ്രസവിച്ച ഫീലാണോ? ചോദിക്കുന്നത് അത് എന്താന്ന് വെച്ചാല്, ഒരു ക്യാരിങ് ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു കുഞ്ഞാണ്, നമ്മളൊരു വേൾഡ്, വേറൊരു വേൾഡ്, ഒരു വ്യക്തിനെ ക്യാരി ചെയ്യാണ്. അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. ആ ഒരു ജേണി എന്ന് പറയുന്നത് 9 months 10 months ആ ജേണി എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജേണിയാണ്. അത് കഴിഞ്ഞ് ആ കുഞ്ഞ് വരിക എന്ന് പറയുന്ന ഒരു സുഖമുണ്ടല്ലോ, നമുക്ക് വിഷമാണോ വരിക, സന്തോഷം, കുറച്ച് പൊസസീവ്നെസ് ഒക്കെ ഉണ്ട്. ബയോളജിക്കലായിട്ട് നമുക്കതിന് പറ്റില്ലെങ്കിലും മ്യൂസിക്കലി അത് നടക്കാറുണ്ട്. കയ്യിൽ നിന്ന് പാട്ട് പോകുമ്പോഴേക്കും അത് അങ്ങനെ അത്രയൊരു ബുദ്ധിമുട്ട്. ഇപ്പോൾ ഒരു കുഞ്ഞ് നമ്മളുടെ അടുത്ത് ദൂരെ പോയി പഠിക്കാൻ പോകുന്നൊരു ബുദ്ധിമുട്ടൊക്കെ ഇല്ല, അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ്. പിന്നെ കുറച്ച് പൊസസീവ് ആവും, പാട്ട് ഇറക്കാൻ മടിക്കും, അത് ഇനിയും നന്നാക്കി ഇരിക്കാൻ തോന്നും. ചില അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എല്ലാ ക്രിയേറ്റേഴ്സും, എനിക്കിത് എൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഇതൊക്കെ സംഭവിക്കും. പെർഫെക്ഷനിസം ഉണ്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെതായ നല്ല വശങ്ങളും ഉണ്ട്. നമുക്ക് ഏറ്റവും പിന്നീട് നമ്മളിത് കേൾക്കുമ്പം മാക്സിമം ചെയ്തില്ല എന്നുള്ളൊരു കുറ്റബോധം വരാൻ പാടില്ലല്ലോ. ഞാൻ ചെയ്തു അന്നത്തെ എൻ്റെ കഴിവിന് പരമാവധി. ഇപ്പോൾ അടുത്ത വർഷത്തിൽ ഞാൻ ചെയ്യുന്ന പാട്ട് ആ സമയത്തെ എൻ്റെ കഴിവിന് പരമാവധി, അതാണ് ഞാൻ എൻ്റെ ഒരു അപ്രോച്ച്. അങ്ങനെ ഒരു ചേഞ്ചസ് വരുമല്ലോ അല്ലേ, ഓരോ പീരിയഡ് അനുസരിച്ച് ആളുകളുടെ ലൈഫിൽ മാറ്റം വരും. ഉറപ്പായിട്ടും നമ്മളുടെ വോയിസിൽ മാറ്റം വരും, നമ്മളുടെ ചിലപ്പം എബിലിറ്റീസ് ബെറ്റർ ആവാം, പ്രാക്ടീസ്, ഓരോ സീസൺ, പിന്നെ എല്ലാ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പം അതിനെല്ലാം റെസ്പെക്റ്റ് ചെയ്തേ പറ്റുള്ളൂ, നമ്മുടെ മാറ്റങ്ങൾ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഉറപ്പായിട്ടും ആ ഒരു ഡിസയർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, വോണ്ട് ടു ഡു ഇറ്റ്, അത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. അതെനിക്ക് ടോപ്പ് നോട്ട്സിലാണ് എപ്പോഴും പോകാറുള്ളത്.
ഇപ്പൊ ഡിസൈറിന്റെ കാര്യം പറഞ്ഞതുപോലെ എങ്ങനെയാ ഒരു പാട്ടിലേക്ക് എത്തുക, പാട്ട് എങ്ങനെയാ ഉണ്ടാവുക, തുടക്കം എങ്ങനെ കിട്ടുക? ഒരു മ്യൂസീഷ്യനോട് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമല്ല. കാരണം ലിറിക്സ് ആണ് ഫസ്റ്റിലേക്ക് വരിക, അല്ലെങ്കിൽ ഒരു ഐഡിയ, ഒരു തോട്ട്, അതല്ലെങ്കിൽ ട്യൂൺ ആണ് വരിക, എങ്ങനെയാ ഒരു ഇമോഷൻ ആണ് ആദ്യം ജോബ് എത്തുക? ഒരു ഇമോഷനാണ് ഫസ്റ്റ്. നമ്മളൊരു കാര്യം, എന്തെങ്കിലും ഒരു മാറ്റർ ആദ്യം മനസ്സിലോട്ട് പോകണം, അത് നമ്മളെ സ്പർശിക്കണം, എങ്കിൽ മാത്രമേ എനിക്കൊരു അതിൽ നിന്നൊരു മ്യൂസിക്കലി ഞാനത് എക്സ്പ്രസ് ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനത് നാച്ചുറലായിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ലൈഫാകുമ്പോൾ കുറേ കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ തന്നെ ജീവിതത്തിലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലൊക്കെ വരുന്ന കുറേ കാര്യങ്ങൾ നമ്മളെ ബാധിക്കും. അത് വളരെ നല്ല രീതിയിലും ചിലപ്പം വിഷമിപ്പിക്കും, ചിലപ്പം പ്രതിഷേധിപ്പിക്കും, അങ്ങനെ പല പല ഇതുണ്ടല്ലോ. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് അത് മ്യൂസിക്കലി എങ്ങനെയാണ് പുറത്ത് വിടാൻ പറ്റുക, അങ്ങനെയുള്ളൊരു അറ്റംപ്റ്റ് ഉണ്ടാവാറുണ്ട്. ഈ ബാധിക്കുന്നു പറഞ്ഞല്ലോ പല കാര്യങ്ങളും, ആ ബാധ നല്ല പോലെ ഏറ്റ ആളാണ് ജോബ് കുര്യൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ പാട്ടുകൾ എപ്പോഴും ഒരു ഫോക്ക് സ്റ്റൈല്, ബേസിക്കലി ഫ്രം കുട്ടനാടാണ് വളർന്നതും പഠിച്ചതും ഒക്കെ ട്രിവാൻഡ്രത്താണെങ്കിൽ പോലും കുട്ടനാടാണ് വേര്. ആ വേര് വിട്ടൊരു കളി ജോബിൻ്റെ ഒരു പാട്ടിലും ഇല്ല. പ്രകൃതി ആയാലും മഴയായാലും വെയിലായാലും കടലായാലും കാറ്റായാലും എല്ലാ പാട്ടിലും എവിടെയെങ്കിലും ഇതൊക്കെ ഉണ്ട്. ഉറപ്പായിട്ടും ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം അങ്ങനെ ഉള്ള സ്ഥലങ്ങൾ സഞ്ചരിക്കുക. കേരളത്തിൻ്റെ അകത്ത് കടന്ന് ചുറ്റാൻ എനിക്കിഷ്ടം. പുറത്തോട്ട് എല്ലാവരും പറയും ലോകം ഒത്തിരി ഉണ്ട്, നമ്മൾ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, ഇല്ലെന്നല്ല, പക്ഷേ നാട്ടിൽ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കലാണ് എൻ്റെ മെയിൻ പണി. അപ്പോൾ അറിയാത്ത വഴികൾ, പുതിയ പുതിയ ഊടുവഴികൾ, എല്ലാം ഇങ്ങനെ തെറ്റിച്ചെല്ലാം പോകും. മാപ്പ് ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ലൈറ്റ് ബ്ലൂ കളർ കാണുന്നതിലോട്ടെല്ലാം കയറിപ്പോവും. ഗൂഗിൾ മാപ്പിന് പണി കൊടുക്കാനാണ് പണി. അവസാനം അത് പണി തന്നിട്ടുണ്ട്, ഇങ്ങനെ അറ്റത്തൊക്കെ കൊണ്ട് നിർത്തിയത് പല പ്രാവശ്യം. അപ്പോൾ അങ്ങനെ ഒരു തപ്പിപ്പോകുന്നൊരു പരിപാടിയുണ്ട്. ചിലപ്പോൾ നല്ലൊരു ചായക്കടയായിരിക്കും, ചിലപ്പം നല്ല ഭംഗിയുള്ളൊരു, കൂടുതൽ ഒത്തിരി അങ്ങനത്തെ ഇഷ്ടമാണ് ഉള്ളിലോട്ട് യാത്ര ചെയ്യാനും ഗ്രാമങ്ങളും. പുറമേയുള്ളൊരു ഇഷ്ടമാണോ ഈ ഡ്രൈവിംഗ് യാത്ര? അതെ, ഡ്രൈവിംഗ് ആണ് ഏറ്റവും വലിയ ഹരം. ഡ്രൈവ് ചെയ്യും, പിന്നെ സ്പോർട്സ് ഭയങ്കര, മ്യൂസിക്, സ്പോർട്സ് ആൻഡ് ഡ്രൈവ്. അത് ഞാൻ ചോദിക്കാനിരിക്കുന്നു. റീസെന്റ് ആയിട്ട് വേൾഡ് കപ്പ് ഫൈനലൊക്കെ കഴിഞ്ഞു. ഞാൻ ജോബിന്റെ പ്രൊഫൈലൊക്കെ ഒന്ന് പരിശോധിച്ചു സംസാരിക്കാൻ വരുവാണല്ലോ, അതിന്റെ തൊട്ട് മുൻപ് ഒന്ന് റെഫറൻസ് ഒന്നുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ടീമിനെ പിന്തുണച്ചുകൊണ്ട് അങ്ങനെ ഒരു പോസ്റ്റോ ഫോട്ടോയോ ഒന്നും ഞാൻ കണ്ടില്ല. എങ്ങനെയാണ് ഈ സ്പോർട്സിനോടുള്ള ഒരു ഇൻട്രസ്റ്റ്? എങ്ങനെയാണ്? അങ്ങനെ പോസ്റ്റ് ഒന്നും ചെയ്തില്ലെങ്കിലും ഉറപ്പായിട്ടും കോർ മെസ്സി ആരാധകനാണ്. ആണോ? ദൈവമേ, ബാക്കി എല്ലാവരും കൂടെ നമ്മൾ അല്ല, ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിമിൻ്റെ ഒരു ആർട്ടിസ്ട്രി, അതാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ ഒരു പാട്ട് കേൾക്കുന്ന പോലെ തോന്നും എനിക്ക്, പുള്ളി കളിക്കുന്നതാണ്. അത്രയും സ്പോർട്സ് ആണെങ്കിലും മ്യൂസിക്കും ഇതെല്ലാം കണക്റ്റഡ് ആണ്, അതിനൊരു റിതം ഉണ്ടെന്നും അങ്ങനത്തെയൊക്കെ ഒരു ഫീലിംഗ് കിട്ടാറുണ്ട്. ഒരു ഭയങ്കര ആർട്ടിസ്റ്റിക്കാണ് പുള്ളിയുടെ. അപ്പോൾ അർജൻറ്റീന മാരഡോണയുടെ കാലം മുതൽ ഇഷ്ടമാണ്. അങ്ങനെ ആ ഒരു ഫോളോവർ എന്നുള്ള രീതിയിൽ ഭയങ്കര ബേസിക്കലി പുള്ളിയോടുള്ളൊരു ഇഷ്ടവും ഉണ്ട്. പിന്നെ ഹോൾ ഫുട്ബോളല്ല, ബേസിക്കലി ഞാൻ ബാഡ്മിൻ്റൺ പ്ലെയറാണ്. ബാഡ്മിൻ്റൺ കളിച്ചിരുന്നു, ക്രിക്കറ്ററായിരുന്നു. അപ്പോൾ ബാഡ്മിൻ്റൺ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. മുട്ടൊരു സർജറി പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഷട്ടിലിൽ നിന്ന് വന്ന തന്നെയാണ്. അപ്പോൾ സ്പോർട്സ് ഭയങ്കര ഹരമാണ്. ബേസിക്കലി ഫാദർ നല്ലൊരു അത്ലീറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് നമുക്കൊക്കെ അതിൻ്റെ ഒരു ഇഷ്ടമുണ്ട്. അതെ, അങ്ങനെയാണ് സ്പോർട്സ് വന്നത്. മെസ്സി ആരാധികയാണല്ലേ? CR7 കേൾക്കണ്ട. അല്ല, അത് ഇപ്പൊ പറഞ്ഞ പോലെ CR7 ആയാലും അതെല്ലാം നല്ല ഫുട്ബോളല്ലേ, ഇത് എല്ലാവരും. അതാണ് ഞാനത് ചില സമയം ഞാൻ വിചാരിക്കാറുണ്ട്, എന്തിനാണ് ഈ ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗ്രഡ്ജി ആകുന്നതെന്ന്. ഫുട്ബോൾ ആസ്വദിക്കേണ്ട ഒരു കളിയാണ്. എല്ലാവർക്കും അവരവരുടെ ഫേവറേറ്റ്സ് ഉണ്ടാകാം. പക്ഷേ ഒരാൾ തോൽക്കുമ്പോൾ മറ്റേ ആൾ സന്തോഷിക്കുന്ന ഒരു അവസ്ഥ വരാൻ പാടില്ല. അതൊരു മോശമായ പ്രവണതയായിട്ട് തോന്നാറുണ്ട്. അങ്ങനെയല്ല, അത് നല്ലതാണ്. പക്ഷെ ഭയങ്കര ഗ്രഡ്ജി ആയിട്ടാണ് അങ്ങനെ പോകേണ്ട കാര്യമില്ല. യങ്സ്റ്റേഴ്സ് ദയവ് ചെയ്ത്, നമുക്ക് നല്ല ഇതൊക്കെ നമ്മുടെ ആയുസ് കിട്ടുന്ന ഏറ്റവും വലിയ നിധികളാണ്. നല്ല പ്ലെയേഴ്സ്, അവരെ കാണുക, ഉറപ്പായിട്ടും. നമുക്കെല്ലാം ഒരു പക്ഷം ഉണ്ടാവും കളി കാണുമ്പോൾ. അന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവൽ ഓഫ് ഹെയ്റ്റിലോട്ടൊക്കെ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എനിക്കതൊന്നും അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സ്പോർട്സ് പറഞ്ഞതുപോലെ തന്നെ പാട്ടില് പൊളിറ്റിക്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകും. പൊളിറ്റിക്സ് ഒരു രാഷ്ട്രീയ നിലപാട് എല്ലാവർക്കും ഉണ്ടാകും. ഈച്ച് ആൻഡ് എവറിത്തിങ് എല്ലാവർക്കും ഉണ്ടാകും.
അതിൽ ജോബും വ്യത്യസ്തനല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജോബിന്റെ പാട്ടുകളിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞു വെച്ചാൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു രാഷ്ട്രീയമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് പാർട്ടി ഭേദമന്യേ അങ്ങനത്തെ ഒരു സംഭവമാണ്. ആര് എന്ത് നന്ന് ചെയ്താലും നമ്മൾ അഡ്മിറ്റ് ചെയ്യണം, മോശം ചെയ്താലും ക്രിട്ടിസൈസ് ചെയ്യാൻ വേണം എന്നുള്ളൊരു രാഷ്ട്രീയമാണ്. അതുകൊണ്ട് അന്ധമായി ഞാൻ ഒരു പാർട്ടീസിലോട്ടും ഇല്ല. പക്ഷെ ഉറപ്പായിട്ടും ഒരു രാഷ്ട്രീയമുണ്ട് വിച്ച് ഇസ് എന്താ പറയുക മോർ ഒരു സ്നേഹമുള്ള ഒരു രാഷ്ട്രീയം വരട്ടെ, ഒരു സമാധാനം, ജീവിക്കണ്ടേ, എല്ലാവർക്കും ജീവിച്ച് പോകണ്ടേ, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ട് പോലെ ആകട്ടെ. അതെ ഉറപ്പായിട്ടും അങ്ങനെ വേണമല്ലോ, മനുഷ്യൻ അങ്ങനെയല്ലേ ആവട്ടോ. അല്ലാതെ അത് ഈ കാലത്തെ ഈ റോബോട്ടുകളുടെ AI-യുടെയും കാലത്ത് നമ്മൾ 12 കാലത്തെ ആശയങ്ങളും പിടിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതായത് യു ഹാവ് ടു ഗോ ഫോർവേഡ്. അതാണ് പുരോഗമനം, മനസ്സാണ് പുരോഗമിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അല്ലാതെ അപ്പോൾ ഈ മാറുന്ന കാലത്തെ പാട്ടുകളെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? ലാസ്റ്റ് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു, വലിയ പ്രൊട്ടസ്റ്റ്. സാധാരണ നമ്മൾ കണ്ടുവന്ന സമരമുറകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പാട്ട് പാടുന്നു, അവർ റീൽസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ പ്രൊട്ടസ്റ്റിൻ്റെ ഒരു രീതിയൊക്കെ മാറാണ്. അപ്പോൾ ഈ പാട്ടിനെ സമരായുധമാക്കുന്നതിലൂടെ ഈ മാറി വരുന്ന ജനറേഷൻ്റെ മ്യൂസിക്കൽ കോൺസെപ്റ്റിനെ കുറിച്ച് ഉറപ്പായിട്ടും ആർട്ടിനൊരു വലിയ ഇത് എന്താ പറയുക ഒരു റോളുണ്ട്. പണ്ടും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ. എന്തോരം ആർട്ടിലൂടെ, പെയിൻറ്റിങ്സിലൂടെയും മ്യൂസിക്കിലൂടെയും സിനിമയിലൂടെയൊക്കെ നമ്മളുടെ പ്രതിഷേധങ്ങളും കൺസേൺസും ഒക്കെ അറിയിച്ചിരുന്നതാണ്. അത് ഇന്നും ഇപ്പോൾ റാപ്പായാലും പല ജോണേഴ്സ് പ്രൊട്ടസ്റ്റിൻ്റെ അതിൻ്റെ ഒരു ജോണർ മാറിയെന്നേ ഉള്ളൂ. എല്ലാ ആശയങ്ങൾ പണ്ടും പ്രതിഷേധത്തിന് ആർട്ട് ഉപയോഗിച്ചിരുന്നു, ഇന്നും അത് ചെയ്യുന്നുള്ളൂ. അപ്പം മ്യൂസിക്കിൽ വരണമല്ലോ. അത് ആൾക്കാരിലേക്ക് അത് കൂടുതൽ അങ്ങനത്തെ ആശയങ്ങൾ എത്തണം. എന്തൊക്കെയാണ് റോങ് ആയിട്ട് നടക്കുന്നത് എല്ലാവരും അറിയണ്ടേ. മ്യൂസിക് അതിനൊരു മീഡിയം ആവുമെങ്കിൽ വൈ നോട്ട്. അതുപോലെ സിനിമ എല്ലാത്തിലും അതിൻ്റെ ഒരു റോൾ ഉണ്ടെന്ന് തന്നെ എൻ്റെ വിശ്വാസം. അപ്പോൾ എനിക്ക് എൻ്റേതായ രീതിയുണ്ട് അത് എൻ്റെ രാഷ്ട്രീയം എന്താ പറയുക പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാൻ. അത് ഞാൻ എൻ്റെ രീതിയിൽ സട്ടിലായിട്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ചെയ്യാറുമുണ്ട്. ഓണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് കുട്ടനാട്ടുകാരോട് ഓണത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അവരുടെ ഒരു ജീവിത ശൈലി തന്നെ കുറച്ചുകൂടെ കാർഷികപരമാണ്. നമ്മുടെ ഓണവിശ്വാസം എന്ന് പറയുന്നത് ചിങ്ങമാസം 1-ാം തീയതിയാണ്. കാർഷിക വിളവെടുപ്പിൻ്റെ ഒരു സമൃദ്ധിയുടെയൊക്കെ ഒരു സമയമാണല്ലോ. അപ്പോൾ കുട്ടനാട്ടിൽ നിന്ന് കാവാലത്തെയും നെടുമുടിയും ഒക്കെ അങ്ങനെ തന്നെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ജോബിൻ്റെ ഭാഗത്തുനിന്ന് ഒരു 2 വരി ഓണപ്പാട്ട്, ഓണം റിലേറ്റഡ് എന്തെങ്കിലും ഒരു 2 വരി. എനിക്ക് ആ കറുകറെ കാർമുകിലായാലും മതി. ഓക്കെ. കറുകറെ കാർമുകിൽ കൊമ്പനാനപ്പുറ തേറിയെഴുന്നള്ളും മൂർത്തേ. അങ്ങനെ നിന്ന് എഴുന്നേറ്റ് നിന്ന് അപ്പോഴേ ഒരു അതൊരു നമ്മുടെയൊക്കെ കൊച്ചിലെ മുതൽ കേട്ട് വന്നൊരു താളവും താരാട്ട് പോലെ കേട്ട് അവരുമായിട്ടൊക്കെ പേഴ്സണലി അത്ര അടുത്ത് ഇടപഴകാൻ പറ്റിയതിന് എൻ്റെ ഭാഗ്യമായിട്ട് കാണുന്നു. നെടുമുടിയങ്ങളായാലും കാവല സാറായാലും ഒക്കെ. അപ്പോൾ ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെയൊക്കെ മുഖം തന്നെയാണ് ആദ്യം തെളിഞ്ഞു വരുന്നത്. അതിനൊരു കാരണം കൂടെ ഉണ്ട്. ഞാൻ വേണുവെങ്കിലിൻ്റെ മകനും ഞാൻ ആത്മമിത്രങ്ങളാണ്. അതിങ്ങനെ എൻ്റെ വീട്ടിൽ പറയും ഒരു വഴി പോകാതിരിക്കുന്ന മരം കളിയാക്കി എൻ്റെ ഫാദർ പറയാം. അപ്പോൾ ഞങ്ങൾ അതുപോലെയാണ്, 2 ശരീരവും ഒരു ആത്മാവുമായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലാണ് ഞാൻ പകുതി വളർന്നെന്ന് വേണേൽ പറയാം. അടുത്തടുത്താണ് വേണുവെങ്കിലിൻ്റെ വീടും ഒരു 5 മിനിറ്റ് നടപ്പ്. ഒന്നിലെ പുള്ളി എൻ്റെ വീട്ടിൽ കാണും, അല്ലെങ്കിൽ മകനെ ഞാൻ അവിടെ കാണും. 2-ൽ ഒന്നില്ലെങ്കിൽ അവിടെ നോക്കിയാൽ മതി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഓണമൊക്കെ മിക്കവാറും അവിടെ ആയിരിക്കും. ക്രിസ്മസ് ആകുമ്പോഴേക്കും നമ്മുടെ അവിടെ വരും. അപ്പോൾ അങ്ങനെ അപ്പോൾ വർഷങ്ങൾ എനിക്ക് വേണമെങ്കിലാണ് ഓണസദ്യ അതിൻ്റെ പാറ്റേണും. അപ്പോൾ അങ്ങള് തെറ്റിക്കുന്നൊന്നും അങ്ങള് സഹിക്കത്തില്ല. എന്താടാ അതല്ല ആദ്യം കഴിക്കേണ്ടത് ആണോ? അപ്പോൾ പിന്നെ നമുക്ക് ആദ്യമേ പായസം അടിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കാണുമല്ലോ. അപ്പോൾ പക്ഷെ അങ്ങള് അതിൻ്റെ ഫോർമാറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. എവിടെ തുടങ്ങി എങ്ങനെ അവസാനം ആൻറ്റി പറയാം അത് ശശിയേട്ടാ വിട്, ഇങ്ങനെ മടക്കിയൊക്കെ കുറേ നേരം ഇരിക്കാൻ പിന്നെ പിള്ളേരല്ലേ അവിടെ ഇരിക്കട്ടെ അങ്ങനെ കുറച്ച്. അപ്പം അങ്കിളുടെ ഓർമ്മയാണ് ഏറ്റവും കൂടുതൽ വരും. ഓണം എന്ന് പറയുമ്പോൾ ഞാൻ ആ വീട്ടിൽ ചിലവഴിച്ച സമയമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. എവിടെയാണെങ്കിലും പഠിക്കുന്ന സമയത്തൊക്കെ എഞ്ചിനീയറിംഗ് ഒക്കെ പോയ സമയത്ത് ഞാൻ ഹസൻ എന്ന സ്ഥലത്ത് പഠിച്ചു. അപ്പം ഓണത്തിന് കൂടുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ ഞാൻ പ്ലാൻ ചെയ്യും. അപ്പോൾ അവന് ഫ്രണ്ട്സുമായിട്ട് ഉണ്ണിയുണ്ട്, എൻ്റെ വേറെ അരവിന്ദ്, ഒത്തിരി തിരുവനന്തപുരത്തെ കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പം
അവരുമായിട്ടൊക്കെ പ്ലാൻ ചെയ്യും. വെക്കേഷൻ ഇതാണ് സമയം, ഓണം പരിപാടിയിൽ കറക്റ്റ് എത്തണം, എല്ലാവരും അതനുസരിച്ച് പ്ലാൻ ചെയ്ത് ഞാൻ നേരെ ഓണം ഇവിടെ ഉണ്ണും, അത് കഴിഞ്ഞ് പായസം അടിക്കാൻ ബാക്കി എല്ലായിടത്തും പോകും. അപ്പോൾ അതൊരു റൊട്ടീനാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഓണത്തിനുള്ള കറികൾ കുറേ ഇവിടെ നിന്ന് വരും, കുറേ വേറൊരു ലീലാൻഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത്, പിന്നെ വീടിൻ്റെ അടുത്ത അയൽവക്കത്തെ വീടുകളിൽ നിന്നെല്ലാം എന്തെങ്കിലും ഒരു കറിയും പായസമൊക്കെ വരും. അങ്ങനെയൊക്കെ ഭയങ്കര. അപ്പോൾ അമ്മ എപ്പോഴും പറയാം, ദൈവം നല്ല സുഖമുണ്ട് എല്ലാം. അമ്മയും ഉണ്ടാക്കും ഒരു അമ്മയുടെ സ്പെഷ്യൽ കുരു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഓണം തിരുവനന്തപുരത്ത് എസ്പെഷ്യലി വീട്ടിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിലുമായിട്ടാണ്. അപ്പോൾ ഒത്തിരി ഓർമ്മകളാണ്. അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺസേർട്സ് ആഫ്റ്റർ ബിക്കമിങ് പ്രൊഫഷണൽ ആയതിനു ശേഷം ഓണത്തിന് മിക്കപ്പോഴും നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് തിരുവോണത്തിനില്ലെങ്കിലും അടുത്തടുത്തെല്ലാം ഉണ്ടാവാറുണ്ട്. അപ്പോൾ തിരുവോണത്തിന് ചില സമയത്ത് വരരുതേ എന്നൊക്കെ വിചാരിക്കാം, നമുക്ക് ആ ഒരു സ്പേസ് കിട്ടുമല്ലോ. തിരുവോണത്തിന് പെർഫോം ചെയ്തിട്ടുണ്ട്, അതും വേറെ ഒരു ബ്യൂട്ടിയാണ്. കുറച്ച് ടെൻഷൻ ഉണ്ടാവുന്നേ ഉള്ളൂ, ഉണ്ണുമ്പോഴൊക്കെ വൈകുന്നേരം തട്ടക്കേറണ്ടാണല്ലോ, സമാധാനമായിട്ട് അങ്ങോട്ട് പോകത്തില്ല, ഫുൾ ടൈം ടെൻഷൻ. അപ്പോൾ അങ്ങനെ. ബട്ട് ഓണം എന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അങ്ങനത്തെ കുറേ നല്ല ഓർമ്മകളും അതിൻ്റെ ശരിക്കും അതിൻ്റെ ഒരു ഫ്ലേവറിൽ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദീസ് ലെജൻസ്. ഇവരുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിലുള്ള ഓണം ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ. അപ്പോൾ അതൊക്കെ എന്നെ ഒത്തിരി എനിക്ക് ഭയങ്കര ഓർമ്മകളാണ്. ഇപ്പോഴത്തെ ഒരു ഓണവിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് ട്രിവാൻഡ്രത്തേക്ക് മാറി കുറച്ചും കൂടെ? ട്രിവാൻഡ്രത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുട്ടനാട്ടുകാരൻ, എൻ്റെ ഫാദറൊക്കെയാണ് കുട്ടനാട്ടുകാരെന്ന് പറയാം. ഞാൻ എന്താ പറയുക, അസിഡിക്കലി ഫ്രം കുട്ടനാട്, ബേസിക്കലി ഫ്രം ട്രിവാൻഡ്രം എന്നൊക്കെ പറഞ്ഞാൽ ന്യൂട്രലി ഫ്രം കേരള എന്നൊക്കെ പറയുന്നത് മൊത്തം അങ്ങനെ. അപ്പോൾ തിരുവനന്തപുരത്താണ് എൻ്റെ ഓർമ്മകൾ കൂടുതൽ. പക്ഷേ കുട്ടനാട്ടിലോട്ട് യാത്രയൊക്കെ ചെയ്യുമായിരുന്നു ഫാദറുമായിട്ടും. അവിടെ തറവാടൊക്കെ അവിടെ ഉള്ള സമയത്ത് തന്നെയാണ് ഞാൻ തിരുവനന്തപുരത്ത് ജനിക്കുന്നതൊക്കെ. ഈ ഓണസദ്യയുടെ കാര്യങ്ങളാണല്ലോ പറഞ്ഞു വന്നത്. കുക്കിംഗ് ഒക്കെ എങ്ങനെയാ? കുക്കിംഗ് ഒന്നുമില്ല, വേഷമായിട്ട് കഴിക്കും. അല്ല, കുക്കിംഗ് ഒക്കെ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. അമ്മയും പാട്ടിന് രുചി കൂട്ടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. ഭക്ഷണം എല്ലാം ഇഷ്ടമാണ് കഴിക്കാൻ, ഭക്ഷണപ്രിയനാണ്. അപ്പോൾ പലതരത്തിലുള്ള ഓണ വിഭവങ്ങളൊക്കെ ആസ്വദിച്ച് എല്ലാം പരീക്ഷിച്ച് കഴിക്കും. അപ്പോൾ നമുക്ക് പാട്ടിൻ്റെ രുചികളിലേക്ക് തന്നെ വരാം. ജോബ് കുര്യൻ, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖർ കോമ്പോ എവിടുന്ന് കിട്ടിയ മനുഷ്യനെ? അതൊക്കെ കിട്ടി. പുള്ളി അവിയലില്ലേ, അവിയൽ എന്ന് പറഞ്ഞ ബാൻഡിൽ നടനട എന്ന് പറഞ്ഞൊരു പാട്ട് ഒരു 20 വർഷം മുമ്പ്, 22 വർഷം മുമ്പെങ്കിലും ഇറങ്ങിയതായിരിക്കും. അവരുടെ ആ ഒരു ഭയങ്കര റെവല്യൂഷണറി ആൽബമാണ് അവിയലിൻ്റെ ആൽബം. അതിൻ്റെ ഒരു ഫസ്റ്റ് വേർഷനുണ്ട് നടനടയുടെ, അത് എഴുതിയത് പുള്ളിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പുള്ളിയെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ പുള്ളിയെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഞാൻ റെക്സ് ചേട്ടനുമായിട്ട് ചോദിച്ച് അങ്ങനെ പുള്ളികളിലേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ എന്നിട്ട് പുള്ളിയുടെ അടുത്ത് പോയിരുന്ന് താളം എന്നൊരു ആൽബം ഉണ്ട്, മൊത്തം പുള്ളി എഴുതിയത്. അവിടെ നിന്ന് തുടങ്ങിയൊരു ബന്ധമാണ്. അത് വളരെ എന്താ പറയുക, ഇപ്പോഴും ഏറ്റവും ഞാൻ ചെറിഷ് ചെയ്യുന്നൊരു സമയമാണ് ചേട്ടനുമായിട്ടുള്ള. ഓരോ പാട്ടുകളുടെയും പ്രോസസ്സ് ഭയങ്കര രസമാണ്. ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്യും, പുള്ളിയെ പിക്ക് ചെയ്യും, കാറിൽ പോവുക, ഞങ്ങൾ പലയിടത്തും ഇങ്ങനെ അലഞ്ഞ് നടന്ന് എഴുതും. അതൊരു ഭയങ്കര പ്രോസസ്സാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, നീ എപ്പോഴും നീ വരണേ ചോദിക്കും. ഞാൻ പറയും ഉടനെ ഉണ്ട്. പോയിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് ഡ്രൈവ് ചെയ്ത് പിന്നെയും ഇപ്പോൾ ചന്ദ്രേട്ടനായിട്ട് എത്രയോ പാട്ടുകളായി. എനിക്ക് തോന്നുന്നു എൻ്റെ മെജോറിറ്റി അദ്ദേഹവും പിന്നെ ബാക്കി കുറച്ച് പാട്ടുകൾ കാവലെന്നാണ് പണിക്കർ സാർ എഴുതിയത്. രണ്ടുപേരുമായിട്ടാണ് ഞാൻ മെയിൻലി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. ചില പാട്ട് ഞാൻ എഴുതി കുളവാക്കാറുണ്ട്. ഞാൻ പിന്നെ ഭാര്യ വന്നിട്ട് ഇഷ്ടപ്പെടുത്തും, പുള്ളിക്കാരി അത്യാവശ്യം എഴുതും. അത് ഞാൻ ചോദിക്കാനിരിക്കായിരുന്നു. എഴുതുന്ന ആളാണ്, കുറച്ച് അത്യാവശ്യം വാക്കുകളും കവിതകളും ഒക്കെ കയ്യിലുള്ള ആളാണ്. അപ്പം പുറത്തുനിന്ന് ഒരാൾ എഴുതി തരുന്ന സമയത്ത് ഞാൻ ചന്ദ്രശേഖരനെ കുറിച്ചാണ് ചോദിക്കുന്നത് കേട്ടോ. പുള്ളി അതെങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുക? നമ്മളുടെ അയ്യോ അത് വേണ്ട കേട്ടോ, അവിടെ ആ ലിറിക്സ് പോരാ കേട്ടോ, അല്ലെങ്കിൽ ആ വരി ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരും. ആ ചേട്ടൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ്. ഞാൻ ബേസിക്കലി ഇതിന് എല്ലാം പുറകിലൊരു സ്നേഹമാണ്, ഒരു ബന്ധം, ഒരു സ്ട്രോങ് ബോണ്ടുണ്ട് ഞങ്ങൾ തമ്മിൽ. ചേട്ടന് എന്നെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ചേട്ടൻ തന്നെ പറയും, അവനൊരു കഥയായിട്ടാണ് വരുന്നത്, അവൻ കഥയുള്ളൊരു പയ്യനാണെന്ന് പറയും. അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു കോംപ്ലിമെൻ്റാണ്, അത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് അതിനെ ഡിസ്റ്റർബ് ചെയ്യണ്ട, നിൻ്റെ മനസ്സിലൊരു സാധനം ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ പുള്ളിയുടെ ഡിക്ഷണറി വലുതാണല്ലോ. ഇപ്പം നമ്മൾ ഭാഷ പോരാ, തീരെ മോശമല്ല, ഇങ്ങോട്ട് നല്ലതുമല്ല, നടുക്കാണ്. അപ്പോൾ പുള്ളി അവരുടെ ആ ഭാഷയാണ് അവരുടെ ഉള്ളത്, ഡിക്ഷണറി വലുതാണ്. അപ്പോൾ ഞാൻ പറയും, ചേട്ടാ എനിക്ക് ഇച്ചിരി കൂടെ
സിംപ്ലിഫൈഡ് ആയിട്ട് മതി, എൻ്റെ പാട്ടുകൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണമെന്നും എനിക്കില്ല. എന്നാൽ അതിൻ്റെ തീരെ മോശമാകുകയും അതിൻ്റെ കവിത ഉണ്ടാവുകയും വേണം. അപ്പോൾ ചേട്ടൻ ആ ബാലൻസ് കൃത്യമായിട്ട് എനിക്ക് വേണ്ടി ഒന്നും ഫ്ലെക്സിബിളായി തരാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്ക്. അപ്പോൾ അതൊരു മനസ്സാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ഒരു ഈഗോയൊക്കെ മാറ്റി വെച്ചിട്ട് അവനിങ്ങനെയാണ് ആവശ്യമെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാമല്ലോ, അങ്ങനെയും നന്നായിട്ട് എഴുതാൻ പറ്റും എന്ന് പുള്ളി. അതെ, അതായത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് എനിക്ക് തോന്നിയത് എല്ലാ തലമുറകളിലേക്ക് എത്താനൊരു സാധ്യത ഏത് ചെറുപ്പക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ചേട്ടൻ എനിക്ക് വലിയൊരു സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ട്. മേ ബി അത് ചേട്ടൻ വർഷങ്ങളായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്നെ അടുത്തറിയുന്നതുകൊണ്ടായിരിക്കാം. സ്നേഹത്തിന് നന്ദി, അത്രേ ഉള്ളൂ, അത് കൂടുതൽ പറയാനില്ല. ഞാനെന്ന ഭാവത്തിലൊക്കെ നന്നായിട്ട് അത് റിഫ്ലക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതെ, ഉറപ്പായിട്ടും. അത് ഈ കോൺസെപ്റ്റും ഒരു 3-4 വരിയുമായിട്ടാണ് ഞാൻ ചെല്ലുന്നത്. പക്ഷെ അത് ചേട്ടൻ ആ വരികളിൽ നിന്നും ചേട്ടൻ അപ്പം തന്നെ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ഉമ്മയൊക്കെ തന്നിരിക്കും, കെട്ടിപ്പിടിച്ച് എടാ കലക്കി ചക്കരയെ നമുക്ക് ഇതിൽ നിന്ന്. അപ്പം അതൊരു മനസ്സല്ലേ, നമ്മൾ ഈഗോയിസ്റ്റിക്കായിട്ട് ആർട്ടിനെ കണ്ടു കഴിഞ്ഞാൽ വേണമെങ്കിൽ അതല്ല നമുക്ക് വേറെണ്ണം ചെയ്യാം എന്നൊക്കെ പറയാം. പക്ഷെ പുള്ളിക്ക് അത് ലളിതം സുന്ദരമായിട്ട് തോന്നി. വമ്പന്മാർ നമ്മളിലുണ്ടേ, വമ്പത്തരമേറെ കണ്ടേ, അവരെ കണ്ടൂറ്റം കൊള്ളാം, ഞാൻ എന്ന ഭാവം മാറ്റാം. ഇതായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനം. അപ്പം അതൊരു എന്നെ പോലൊരു ആള് മാക്സിമം അത്രയൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അതിൻ്റെ പക്ഷെ അതൊരു സിംപ്ലിസിറ്റി എന്തായാലും അതിൻ്റെ അകത്തുണ്ട്, അതിൻ്റെ ഒരു അർത്ഥം, അതിൻ്റെ കോർ മീനിങ്. അപ്പോൾ ചേട്ടനത് കേട്ടപ്പോൾ അത് ചേട്ടനും ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെടുകയും അത് തന്നെ വെച്ചാൽ മതി, അതിന് മാറ്റാൻ നിൽക്കണ്ട, നമുക്ക് ബാക്കി അങ്ങോട്ട് പിടിക്കാം എന്ന് പറഞ്ഞിട്ടാണ് മുടിയാട്ടും കടലും കണ്ടെന്ന് പറഞ്ഞ് തുടങ്ങും. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ക്രിയേറ്ററിൻ്റെ ഒരു ഫയറിനെ കെടുത്താതെ അതിനെ ആളി കത്തിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഫാക്ടറാണ് ചേട്ടൻ. കാരണം മുടിയാട്ടും കടൽ നമ്മൾ പല കടലും കണ്ടിട്ടുണ്ട്, പെരുങ്കടൽ കണ്ടിട്ടുണ്ട്, പക്ഷെ മുടിയാട്ടുന്ന കടൽ എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത പ്രയോഗമാണ്. ഇങ്ങനെ വരുന്നൊരു ഞങ്ങളത് അങ്ങനെ നിന്ന് കണ്ടായിരുന്നു ഒരു തൃശ്ശൂർ ഇതുപോലെ എങ്ങനെയും ഒരു അവിടെ ഒരു ബീച്ചുണ്ട്, നാട്ടിക ബീച്ചിനാണ്. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല മഴ പെയ്തിട്ട് ഇങ്ങനെ കറുത്ത തിരമാലയാണ് വരുന്നത്, ചെളിയും മറ്റേ. അപ്പോൾ ഇങ്ങനെ കണ്ടിട്ടെ അമ്പോ ഇത് കണ്ട പുള്ളിക്ക് വന്ന സംഭവമാണ് അത്. ഇത് വേറൊരു വൈൽഡ് വേവ് അങ്ങനെ. അപ്പോൾ പുള്ളി സൈഡിലോട്ട് നോക്കിയപ്പോഴേക്കും അവിടെ കുറേ മരങ്ങളും ഉള്ള സ്ഥലമാണ്, കാട് പോലെ. കലിയാടണ കാടും കണ്ട് പൊടിമഞ്ഞും മഴയും കൊണ്ട് ഞാനെന്ന ഭാവം മാഞ്ഞ്. അതായിരുന്നു അതിൻ്റെ ഹോൾ കോൺസെപ്റ്റ് ഓഫ് ദാറ്റ് സോങ് ഇസ് ദാറ്റ്. നമ്മൾ ചുറ്റുമുള്ള നമ്മളുടെ ലോകത്ത് നോക്കിയാൽ മതി, കൂടെ പ്രവർത്തിക്കുന്നവരെ നോക്കിയാൽ മതി, നമ്മളെക്കാളും കഴിവുള്ള എത്രയോ പേരുണ്ടാവും. പിന്നെ വേറെ ഫീൽഡായിക്കോട്ടെ, എല്ലാത്തിലും കേമന്മാർ ഉണ്ടല്ലോ ചുറ്റും. അപ്പം അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ തലയിലെ കൊമ്പങ്ങോട്ട് ഓടിക്കുക അല്ല, അടങ്ങണമല്ലോ. എല്ലാവർക്കും അത് കയറുകയും ചെയ്യും കേട്ടോ. അത് ഞാനിപ്പോൾ വലിയ അതൊരു തത്വചിന്തകനൊന്നുമല്ല, പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ അതിലൊന്നും ഒരർത്ഥമില്ല എന്ന് തോന്നാറുണ്ട്. ഞാനൊരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ നാളെ രാവിലെ എൻ്റെ ശബ്ദം ഉണ്ടാവണമെന്നില്ല, എനിക്കങ്ങനെ പോയിട്ടുണ്ട്. നല്ലോണം 3-4 മാസമോ 4 അല്ലെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊരു പണി കിട്ടും. നമ്മൾ സ്ട്രെയിനേഴ്സ് അല്ലേ നമ്മുടെ ജീവിതം, വോയിസ്. അപ്പോൾ ഭയങ്കര വിഷമം. നമ്മളപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയതൊക്കെ അവിടെ പോയി ഒറ്റ ദിവസത്തിലേ. അപ്പോൾ അതൊക്കെ ചിന്തിച്ചാൽ എല്ലാവർക്കും മണ്ണിനോട് ചേർന്ന് തന്നെ നിൽക്കാവുന്നതേ ഉള്ളൂ. നിമിഷ നേരത്തിനാണ് കാര്യം മാറുന്നത്. ആ ഒരു അൺസർട്ടനിറ്റി പാട്ടിലും ഇല്ലേ, ഈ പാട്ടിൻ്റെ പ്രൊഡക്ഷൻ്റെ സമയത്ത്. കാരണം ഇതെങ്ങനെ ക്ലിക്കാവും, ആളുകൾ അതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമോ, ഞാൻ വിചാരിച്ച രീതിയിലായിരിക്കും അവരതിൻ്റെ ഔട്ട്കം. അല്ല, അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വിനിഷ. അത് നമ്മൾ അവർക്ക് ഏറ്റവും സ്വാദിഷ്ടമായിട്ട് വിളമ്പാൻ ശ്രമിക്കുക. അവരത് സ്വീകരിക്കുകയോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എപ്പോഴാണ് അത് സ്വീകരിക്കുക എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനും ഉദാഹരണം എൻ്റെ കയ്യിലുണ്ട്. കണ്ണോട് കണ്ണായിടാം. 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആൾക്കാർക്ക് രുചി കിട്ടിയത്. അപ്പം ഞാൻ എന്താ പറയുക, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എത്തേണ്ട ഒരു സമയത്തെ അത് അവർക്ക് ആ സ്വാദ് കിട്ടുള്ളൂ. അപ്പോൾ കിട്ടട്ടെ, ഓക്കെയാണ്. പഥയാത്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ആളുകൾക്കിടയിലേക്ക് പിന്നീട് ക്ലിക്കായി വന്ന ഒരു പാട്ട് കൂടിയാണ് പഥയാത്ര. പക്ഷേ എനിക്ക് തോന്നുന്നു മ്യൂസിക് മോജോയിൽ ചെയ്യുന്ന സമയത്ത് ആദ്യം അതിനൊരു നല്ലൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു അതിന്. പക്ഷേ അത്
അതിൻ്റെ ഒരു വോളിയം മാറി, താങ്കൾ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു റീച്ച് ചെയ്തതിൻ്റെ അളവ് മാറി. എല്ലാ ഒരു കുറച്ച് കാലം കൂടുമ്പോൾ അതൊന്ന് പിന്നെയും വരുന്നുണ്ട്. അത് വളരെ സന്തോഷമാണ് ആസ് എ ക്രിയേറ്റർ. ട്രാവലേഴ്സ് ഏറ്റെടുത്തു ആദ്യം, അപ്പോൾ റൈഡേഴ്സും അങ്ങനെ കുറേ. അപ്പോൾ അങ്ങനെയാണത് പിന്നെ ഭയങ്കരമായിട്ടൊരു അതിനൊരു ബൂം വന്നത്. അതിന് യാത്ര ചെയ്യുന്നവർക്ക് ഒരു നന്ദി കയറിച്ച് അവർ ബൈക്കിലായാലും എവിടെ ട്രാവലേഴ്സ് ആ പാട്ട് അങ്ങ് ശരിക്കും അവരുടെ ഒരു ഫേവറേറ്റ് ആയിട്ട് അത് ഏറ്റെടുത്തു. പിന്നെ കുറേ അതങ്ങനെ അങ്ങനെ എങ്ങനെയോ എത്തി നിഷ. അതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ്. അത് എല്ലാവരും അതിൻ്റെ അകത്ത് ഞാൻ പറയാം, ഓരോരുത്തരും ഹരീഷ് ആയിക്കോട്ടെ അതിൽ വായിച്ച ഓരോരുത്തരും നമ്മളുടെ ആ ദിവസം നമ്മൾ റെക്കോർഡ് ചെയ്ത ഒരു ദിവസം ഞാൻ ഓർക്കുന്നു. വളരെ സ്നേഹം നിറഞ്ഞ ഒരു ദിവസം. അപ്പോൾ ഇത്രയും കലാകാരന്മാർ ഒറ്റ മിഷനിലൊരു സംഭവം ചെയ്യുമ്പം അത് വെറുതെ പോകത്തില്ലല്ലോ. അതിൻ്റെ ഒരു ഞാനൊരു ഉറപ്പായിട്ട് അതിൻ്റെ ഒരു ലീഡിങ് ഫ്രം ദ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്വപ്ന പ്രോജക്റ്റ്. അപ്പോൾ എല്ലാവരും വന്ന് ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു എലിമെൻ്റ് അതിൻ്റെ അത് ഭയങ്കരമായിട്ടുണ്ട്. അത് ആ ഷൂട്ടിൽ മ്യൂസിക് മോജോ ചെയ്തപ്പോൾ സുമേഷ് ലാൽ സാറും പുള്ളിയുടെ ടീമും എല്ലാവരും എത്ര ക്ഷമയോടുകൂടി അന്ന് വെളുപ്പിന് 4 മണിക്കാണ് ഷൂട്ട് അവസാനിച്ചത് ഫുൾ. അപ്പം അത്രയും ഒരു അഫെക്ഷൻ ഉണ്ട് ആ പാട്ടിൽ. അത് ലാസ്റ്റ് ഞാൻ അതിൽ പുള്ളിയെ ഹഗ് ചെയ്യുന്നൊരു സംഭവമുണ്ട് ആ വീഡിയോ എഴുതാൻ. ഞാൻ നാച്ചുറലി അത് കഴിഞ്ഞ് അപ്പോൾ എൻ്റെ പാട്ട് ഇങ്ങനെ ചിറക് വെച്ചിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ വേറെ ലോകത്താണ്. അപ്പോൾ കാര്യം ഞാൻ പാടി കഴിയുന്നു, അപ്പോൾ ഹരീഷ് അതിനെ ഒന്ന് ഇംപ്രവൈസ് ചെയ്ത് എലാബറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞ് ചിറക് വെച്ച് പറന്നു പോകുന്നൊരു ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയെ കെട്ട് പിടിച്ചു. അപ്പോൾ എന്നിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ അത് എഡിറ്റ് ചെയ്യും, ഞാൻ ഭയങ്കര ഓവറായിപ്പോയി. എന്നിട്ട് അതാണ് വെക്കാൻ അത് അതിൽ അത് ഭയങ്കര നാച്ചുറലായിരുന്നു. അപ്പം ഞാൻ എന്നാൽ പിന്നെ ഇരിക്കട്ടെ. അത് എല്ലാവരും പറയാം, ആ പാട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പുള്ളിയെ ഹഗ് ചെയ്യുന്ന ഒരൊറ്റ സോളുണ്ട്. എൻ്റെ പിടിവിട്ടുപോയി. ഞാൻ ഭയങ്കരമായിട്ട് ട്രാൻസിലായിരുന്നു. അല്ല സന്തോഷം കൊണ്ടേ. അപ്പം ഞങ്ങളതിന് 3 ടേക്ക് എടുത്തുന്നുണ്ട് ഓർമ്മ. ഫസ്റ്റ് ടേക്കാണ് അത്. അപ്പം അത്രയും നന്നായിട്ട് 2-3 കിട്ടിയിട്ടില്ല. ഒരു അതാ പ്യൂരിറ്റിയാണ്. ഫസ്റ്റ് ടേക്ക് തന്നെയാണ്. ഇപ്പോഴും നമ്മളൊരു പെർഫെക്ഷന് വേണ്ടി 2-3 ഒക്കെ എടുക്കും. പക്ഷേ പെർഫെക്ഷനിലേക്കാളും ഫീലിലാണ് കാര്യം എന്ന് മനസ്സിലാക്കി തന്ന കാര്യമാണ്. നമ്മളെ ഫീലിങ്സ് ഇമോട്ടീവായിട്ട് മ്യൂസിക് വരുമ്പോഴുള്ള റിസൾട്ടാണ് പദയാത്ര. ഏതൊരു പ്രൊഡക്ഷൻ്റെ പിന്നിലും എഫേർട്ടിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം. ഫിനാൻസ്, സാമ്പത്തികം ഒന്നുമില്ലാതെ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് വരാം. നമ്മുടെ ഒരു ഗ്രൂപ്പ് പ്രോജക്റ്റ് ആണല്ലോ, ഇൻഡിവിജ്വൽ പാട്ടാണ് എന്ന് പറയുമ്പോഴും നമ്മുടെ കൂടെ ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും അവരുടെ വേതനം കൃത്യമായിരിക്കണം. അതൊക്കെ ഞാൻ വളരെ പർട്ടിക്കുലറാണ്. എല്ലാവരും പ്രൊഫഷണൽസാണ്. ഇത് എല്ലാവരുടെയും ജീവിതമാർഗ്ഗമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പാട്ടിൽ ഞാൻ എല്ലാവർക്കും എന്താണ് അവർ ചോദിക്കുന്നത് റെമ്യൂണറേഷൻ കൊടുത്തേ വർക്ക് ചെയ്യാറുള്ളൂ. അവർ എൻ്റെ പ്രോജക്റ്റ് ആകുമ്പോൾ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ സ്റ്റിൽ ആ റെസ്പെക്റ്റോടുകൂടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കീശ കാലിയാവാറുണ്ട്. മൈനസിൻ്റെ മൈനസും ഒക്കെ പോയ ചരിത്രം ഒത്തിരി ഉണ്ട്. പക്ഷേ ഞാൻ ഈ ബുദ്ധിമുട്ടുകളൊക്കെ കവർ ചെയ്യുക. കാരണം നമ്മൾ പാട്ടിന് വേണ്ടി നമ്മൾ 100% ഇങ്ങനെ ഡെഡിക്കേറ്റഡ് ആയി, അല്ലെങ്കിൽ പാട്ട് XY നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ കോൺഷ്യസ് ആയിരിക്കുന്ന സമയത്ത് മറ്റുള്ള കാര്യങ്ങൾ ആഫ്റ്റർ ദാറ്റ് അതിനുള്ള കാര്യങ്ങൾ ബാധിക്കുമോ, ജോബിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമോ? ഉറപ്പായിട്ട് നമ്മൾ കടം മേടിച്ചൊക്കെ ചെയ്യുമ്പോൾ അത് എത്രയും പെട്ടെന്ന് കൊടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ചില ടെൻഷൻസ് ഉണ്ടാവും. പക്ഷേ കൂട്ടുകാർ തന്നെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതൊക്കെ. അപ്പോൾ അവരൊക്കെ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. എടാ ഒന്നും കുഴപ്പമില്ല, അതൊന്നും ഇപ്പോഴാന്ന് വെച്ചാൽ സൗകര്യം പോലെ എന്ന് പറയും. അതും അല്ല, എനിക്ക് ബുദ്ധിമുട്ടാവണമെങ്കിൽ എൻ്റെ ഫാദർ ഇങ്ങനെ പറയും, എടാ വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ അപ്പം അതൊന്നും നമ്മുടെ ഒരു അഭിമാനം സമ്മതിക്കില്ല. അച്ഛൻ്റെ അടുത്തൊന്നും ഞാൻ അങ്ങനെ ശല്യപ്പെടുത്താറില്ല പുള്ളി. പക്ഷേ ഉറപ്പായിട്ടും ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഒരു ലോഡ് തന്നെയാണ്. പ്രത്യേകിച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു കാര്യം മ്യൂസിക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത്. അപ്പോൾ എനിക്ക് ഒരു റൊട്ടീൻ പ്രൊസീജിയറുണ്ട്. അതിൻ്റെ ഒരു പാട്ട് ചെയ്യുന്നു, പിന്നെ ഞാൻ കോൺസേർട്സിലുള്ള അതിൻ്റെ റവന്യൂ ഒക്കെ സേവ് ചെയ്യും. കുറേയൊക്കെ കുടുംബം ചിലവാക്കി പോവെങ്കിലും ഒരു ഭാഗം ഞാൻ മാറ്റി വയ്ക്കും എൻ്റെ അടുത്ത പ്രൊഡക്ഷനും. പിന്നെ ഒത്തു വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒന്നും നമ്മളിത് എത്ര പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല. ചില കാര്യങ്ങൾ പ്ലാനിങ്ങിലും അതിലും മുകളിലാണെന്ന് ഞാൻ പറയാം. ചില സമയത്ത് വിചാരിക്കാതെയൊക്കെ ഉള്ള റവന്യൂ വന്നിട്ടുണ്ട്, ഒട്ടും പ്രതീക്ഷിക്കാതെ ഭയങ്കര റവന്യൂ വന്നിട്ടുണ്ട്.
അപ്പോൾ പണ്ട് ചെയ്തതിൽ ഇപ്പോൾ റവന്യൂ വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് കണ്ണോട് കണ്ണായിട അല്ലെങ്കിൽ ഈ പദയാത്രയുടെയൊക്കെ ഓഡിയോ റൈറ്റ്സ് ഒക്കെ ഞാനാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് അന്ന് നമ്മൾ ഇട്ട എഫേർട്ടിന് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ എന്താ പറയുക ഫ്രൂട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ അടുത്ത പ്രോജക്റ്റിലേക്ക് ചാടുകയാണ്. അത് എടുത്തിട്ട് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പുതിയ 10 പാട്ടുകൾ ഇപ്പോൾ ചെയ്യാണ്. ജോബ് കുര്യൻസ് 10 എന്ന് പറഞ്ഞിട്ട്. സമയമെടുക്കും, ക്ഷമ വേണം എന്നാണ് പറയാനുള്ളത്. കാരണം ഞാൻ ഇനി അപ്കമിങ് ആയിട്ട് വരുന്ന മ്യൂസീഷ്യൻസിനോട് പെട്ടെന്ന് അവർക്കൊന്ന് ഫെയിം ആവണം, പെട്ടെന്ന് മണി ഉണ്ടാക്കണം, അങ്ങനെയുള്ള മെൻറ്റാലിറ്റി ഉള്ള ആളുകളുണ്ട്. നമുക്ക് ഇൻസ്റ്റഗ്രാംസിലായാലും റീൽസിലായാലും മോണിറ്റൈസേഷൻ കിട്ടണം, പെട്ടെന്ന് എനിക്ക് റീച്ച് ആവണം, അങ്ങനെയുള്ള കുറേ മ്യൂസീഷ്യൻസിനെ കാണാറുണ്ട്. അവരോട് സമയമെടുക്കും, ക്ഷമ വേണമെന്നാണ് പറയാനുള്ളത്. ഉറപ്പായിട്ടും നമുക്ക് ലോങ് റൺ നിങ്ങൾക്ക് ഇത് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഉറപ്പായിട്ടും ക്ഷമയോടുകൂടി സത്യസന്ധമായ ആർട്ട് കൊടുത്താൽ മാത്രമേ മുന്നോട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ ഷോർട്ട് കരിയർ ഫോർ ഷുവർ. ഉറപ്പായിട്ടും അത് കാര്യം നമ്മൾ പറയത്തില്ലേ, ഫാസ്റ്റ് ഫുഡും ഹോം ഫുഡും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവും. ഫാസ്റ്റ് ഫുഡിന് എല്ലാം പെട്ടെന്നുണ്ടാവും, പക്ഷേ വയറിനൊരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ബാക്കി ഞാൻ പുച്ഛിക്കല്ല, പക്ഷേ ഉറപ്പായിട്ടും നമുക്കറിയാം വീട്ടിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ വയറ് സ്വസ്ഥമായിരിക്കും, അല്ലെങ്കിൽ ദഹനം എല്ലാ പ്രോസസ്സ്. അപ്പോൾ അതുപോലെ തന്നെ ആയിട്ടാണ് ഞാനെപ്പോഴും കാണുന്നത്. നമുക്ക് മറ്റേത് പെട്ടെന്നായിരിക്കും, ഭയങ്കര രുചികരമായിട്ടൊക്കെ തോന്നും, പക്ഷേ മുന്നോട്ട് ലേശം അറിയില്ല. ഇതിപ്പോൾ നമ്മൾ പഴഞ്ചനായിട്ട് പറയുന്നതാണോ, പക്ഷേ എന്നാലും ഒരു ലോ ആണ്, അതൊരു നിയമമാണ്. നമ്മളതിനെ എത്ര പ്യുവറായിട്ടും അതിനെ അപ്രോച്ച് ചെയ്യുന്നു, അത് നമ്മളുടെ സെൽഫ്ലെസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നു, അതിൻ്റെ ലോഞ്ചിവിറ്റി കൂടുതലായിരിക്കും. ഇതൊരു ഫാക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റേത് പെട്ടെന്ന് നമ്മളൊരു റെസിപ്പി ഉണ്ടാക്കി തൽക്കാലം തൃപ്തിപ്പെടുത്തി പോകുന്നൊരു പ്രോസസ്സല്ലേ, അതിനൊരു ലാസ്റ്റിങ് ഇത് കുറവായിരിക്കാനാണ് സാധ്യത. നമ്മൾ സിനിമകളായാലും അല്ലെങ്കിൽ എന്ത് ആർട്ട് നോക്കിയാലും പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ചെയ്യുന്നൊരു സാധനത്തിന്, ഒരു ഹിറ്റ് എലിമെൻറ്റിന് വേണ്ടി ചെയ്യുന്ന പാട്ടുകളായാലും സിനിമകളായാലും അത് പെട്ടെന്ന് പോവില്ല മനസ്സിൽ. നേരെ മറിച്ച് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളോ അല്ലെങ്കിൽ തൂവാനത്തുമ്പികളോ നല്ല പഴയ ഏത് മിന്നാമിനിങ്ങിന് നുറങ്ങുവെട്ടോ ആയാലും ഇങ്ങനത്തെ സിനിമകളൊക്കെ ഞാൻ കാണുമ്പോൾ അതൊക്കെ ഇന്നും നിൽക്കില്ല. അതിൻ്റെ ഒരു ആർട്ടിൻ്റെ ക്വാളിറ്റി. ഞാൻ പറഞ്ഞ എൻ്റെ ഫേവറേറ്റ് കുറച്ച് സിനിമ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതവിടെ കാണും. കാരണം അതിനകത്ത് പ്യുവറിറ്റി ഉണ്ട്, ആർട്ടിസ്റ്റിൻ്റെ ഒരു അത് എല്ലാത്തിലും. റീൽസിൽ ലൈക്സ് വേണ്ട അല്ലെങ്കിൽ ഷെയർസ് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അത് ഉറപ്പായിട്ടും വേണം. നമ്മൾ പക്ഷേ ഡിപ്പെൻഡൻ്റ് ആയി പോകരുത്. അത് ഒന്ന് ഡൗൺ ഇരുന്ന് വിഷമിക്കുക, അതിനൊന്നും കാര്യമില്ല. അത് വന്നോളും. ശരിക്കും അറ്റംപ്റ്റ് ഇടുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക. ഒരു പാട്ട് ഇപ്പം അല്പം റീച്ച് ആയില്ല എങ്കിൽ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഡിസപ്പോയിൻറ്റഡ് ആവാതിരിക്കുക. അത് ഉറപ്പായിട്ടും വരുമെന്നേ. അതിന് വേണമെങ്കിൽ എൻ്റെ എക്സാമ്പിൾ പറയാം. കാരണം വെച്ചാൽ എൻ്റെ പല പാട്ടുകളും കുറേ കാലം കഴിഞ്ഞിട്ടാണ് പ്രേക്ഷകരെ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എനിക്ക് ഉറപ്പുള്ളത് അന്ന് ഞാൻ സത്യസന്ധമായിട്ട് ഇട്ട എഫേർട്ടിൻ്റെ പ്രേക്ഷകരോട് നീതി പുലർത്താൻ എന്താ പറയുക, ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അത് എന്നെങ്കിലും ഒരിക്കലായിരിക്കും അവരത് സ്വീകരിക്കുന്നത്. അപ്പം പ്ലീസ് വെയിറ്റ്, പേഷ്യൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഉറപ്പായിട്ടും നിങ്ങളുടെ മ്യൂസിക് എത്തും. അത് അങ്ങനെയാണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുൻപ് ജോബ് കുര്യൻ പറഞ്ഞു വെച്ചത് അപ്കമിങ് പ്രോജക്റ്റിനെ കുറിച്ച്. ജോബ് കുര്യൻസ് 10 മെസ്സിയും അതൊക്കെ ഉണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ ഹ്യൂജ് ഫാക്ടറാണ്. അല്ല, ഞാൻ 10 പാട്ട് ഉണ്ട്. അപ്പോൾ എന്ത് പേര് എന്ന് പറഞ്ഞാൽ തപ്പിയപ്പോഴേക്കും എന്നാൽ 10 ഇടാം. 10 ഇഷ്ടമുള്ള നമ്പറല്ലേ. അപ്പോൾ വേറൊരു അതിനേക്കാളും എക്സൈറ്റിംഗ് ആയിട്ടൊരു പേരെനിക്ക് തോന്നിയില്ല. ഞങ്ങൾ വേറെ കുറേ ശ്രമിച്ചു. 10 tracks, 10 chapters of my life, 10 emotions ആണ്. എല്ലാ പാട്ടുകളും വേറെ ഇമോഷനാണ്. അപ്പം 10 അധ്യായങ്ങളാണ് ജീവിതത്തിലെ. അപ്പോൾ വൈ നോട്ട് 10? അപ്പോൾ 10 ഞാനൊരു സ്പോർട്ട് എന്തൂസിയാസ്റ്റ് ആയ സ്ഥിതിക്ക് അത് അങ്ങനെ ഓക്കെയാണ്. ടെണ്ടുൽക്കർ, മെസ്സി, മാരഡോണ, പെലെ, ഇഷ്ടമുള്ള 10 നമ്പറുകൾ കുറേ ഉണ്ട്, ഒത്തിരി പേരുണ്ട്. അപ്പോൾ പിന്നെ 10 ഇരിക്കട്ടെ. അപ്പോൾ ഏത് 10-ാം തീയതിയിലേക്ക് വരും? 10-ാം തീയതി ഇറക്കുള്ളൂ എന്തായാലും. ഏത് 10 എന്ന് പറയുന്നില്ല. എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല എൻ്റെ പണി എപ്പോൾ തീരുമെന്നുള്ള. ഞാൻ ഇത്രയും പെട്ടെന്ന് അതിൻ്റെ 10 മാസം കഴിഞ്ഞിട്ടില്ല കേട്ടോ. അല്ല, ഈ വർഷത്തെ 10 മാസമൊക്കെ പാടായി തീരത്തില്ല തോന്നുന്നു. എന്തായാലും ഒരു 10-ാം തീയതി ഇറക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കരുതാ ആ ഡേറ്റും പേരും ഒന്നായിട്ടെ എന്നുള്ളത്.
പോസിബിളി നോക്കാം. ബൈ നവംബർ ഡിസംബർ ഒക്കെയാണ് എൻ്റെ ടാർഗറ്റ്. പക്ഷെ ഏറ്റവും നന്നായിട്ട് തീരട്ടെ ആദ്യം. നമ്മൾ കാര്യത്തിന് ഇറങ്ങിയിട്ട് ഡേറ്റ് പിടിച്ച് ഇറക്കിയിട്ടൊന്നും കാര്യമില്ല. നമുക്ക് അതിനാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറയുന്നത്. നമുക്ക് ഡെഡ് ലൈൻസ് ഇല്ല. ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സംതൃപ്തിയാണ് ഡെഡ് ലൈൻ. അപ്പോൾ ആർട്ടിസ്റ്റ് സംതൃപ്തനാകാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മുടെ ഇനി ഇത് പുറത്തോട്ട് പോകാറായി എന്ന് തോന്നുന്നൊരു മൊമെൻറ്റിൽ ഒരു 10-ാം തീയതി ആയിരിക്കും. 10-ാം തീയതിക്കായി ഞങ്ങളും കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പാട്ടുകൾക്കും കിട്ടിയ രീതിയിലുള്ള ഒരു ആക്സെപ്റ്റൻസ് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ. കൂടുതൽ പാട്ടുകൾ, ഒരു ഡിലേ വരണ്ട എന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം കൂടിയാണ്. ഒരുപാട് സമയം എടുക്കുന്നുണ്ടല്ലേ? ഉറപ്പായിട്ടും വലിയൊരു പ്രോസസ്സാണ്. യെസ്. അപ്പോൾ അത് ഏറ്റവും ഗംഭീരമായിട്ട് തന്നെ നടക്കട്ടെ. എല്ലാവിധ ആശംസകളും. ഹാപ്പി ഓണം ടു യു. മീഡിയ വണ്ടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.